മത്സരത്തിലെ വെടിക്കെട്ട് പ്രകടനത്തിന് പിന്നാലെ മുംബൈ ഇന്ത്യൻസിന്റെ മലയാളി താരം വിഘ്നേഷ് പുത്തൂരിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലേക്ക് ആരാധകരുടെ കുത്തൊഴുക്കാണ്. സഞ്ജു സാംസണും മലയാളികൾ നൽകിയതുപോലുള്ള സ്നേഹമാണ് വിഘ്നേഷിനും നൽകുന്നതെന്ന വിലയിരുത്തലാണ് ക്രിക്കറ്റ് പ്രേമികൾക്കിടയിലുള്ളത്. ആദ്യ കളിയിൽ തന്നെ 3 ഓവറിലും വിക്കറ്റുമായി ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ച വിഘ്നേഷിന്റെ ഇൻസ്റ്റാഗ്രാം മണിക്കൂറുകൾക്കുള്ളിലാണ് ആരാധക കൂട്ടം പൊതിഞ്ഞത്. വെറും 6000 ഫോളോവേഴ്സാണ് മത്സരം ആരംഭിക്കും മുമ്പ് വിഘ്നേഷിന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്. എന്നാൽ മത്സരം കഴിഞ്ഞതോടെ ലക്ഷക്കണക്കിന് ആരാധകരാണ് അക്കൗണ്ടിലേക്ക് ഒഴുകിയെത്തിയത്. 6000-ൽ നിന്ന് ഇപ്പോൾ 200K ഫോളോവേഴ്സിലേക്ക് നീങ്ങുകയാണ് വിഘ്നേഷിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. ആകെ 25 പോസ്റ്റുകൾ മാത്രമാണ് വിഘ്നേഷിന്റെ അക്കൗണ്ടിലുള്ളത്. 2017 ജൂലൈ മാസത്തിലാണ് ആദ്യമായി ഫോട്ടോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. കേരളത്തിന്റെ സീനിയർ ടീമിനായി മുൻപ് കളിച്ചിട്ടില്ലാത്ത വിഘ്നേഷ് പ്രഥമ ക്രിക്കറ്റ് ലീഗിൽ ആലപ്പി റിപ്പിൾസിന്റെ താരമായിരുന്നു. KCL-നിടെയാണ് മുംബൈ ഇന്ത്യൻസിന്റെ ശ്രദ്ധ വിഘ്നേഷിൽ പതിയുന്നത്. ഇടംകയ്യൻ ചൈനാമൻ ബോളറാണ് എന്നതാണ് വിഘ്നേഷിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് തന്നെയാണ് മുംബൈയുടെ സ്കൗട്ടിംഗ് ടീം വിഘ്നേഷിനെ നോട്ടമിടാൻ കാരണവും. IPL ലേലത്തിന് മുമ്പ് വിഘ്നേഷിനെ മുംബൈ ഇന്ത്യൻസ് ട്രയൽസിന് ക്ഷണിച്ചിരുന്നു. ട്രയൽസിലെ പ്രകടനം മികച്ചതായതോടെ മുംബൈ വിഘ്നേഷിനെ ഒപ്പം കൂട്ടുകയും ചെയ്തു. ലേലത്തിന്റെ സാധാരണ സമയത്ത് വിഘ്നേഷിന്റെ പേര് വന്നിരുന്നില്ല. അവസാനം നടന്ന ആക്സലറേറ്റഡ് ലേലത്തിലാണ് വിഘ്നേഷിന്റെ പേര് വന്നതും നേരത്തെ പദ്ധതി ഇട്ടതുപോലെ മുംബൈ ടീം താരത്തെ റാഞ്ചിയതും. കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ അനായാസ ജയത്തിലേക്ക് നീങ്ങുകയായിരുന്ന ചെന്നൈ സൂപ്പർ കിങ്സിനെ ഒന്ന് വിറപ്പിക്കുകയായിരുന്നു വിഘ്നേഷ്. വിഘ്നേഷ് വീഴ്ത്തിയത് ചെന്നൈയുടെ സൂപ്പർ താരങ്ങളെയാണ്. അരങ്ങേറ്റക്കാരന്റെ യാതൊരു പരിഭ്രമവും ഇല്ലാതെ പന്തെറിഞ്ഞ വിഘ്നേഷ് 4 ഓവറിൽ 32 റൺസ് വഴങ്ങിയാണ് 3 വിക്കറ്റുകൾ വീഴ്ത്തിയത്. ചെന്നൈ നായകൻ ഋതുരാജ് ഗൈക്വാദ്, ശിവം ദൂബെ, ദീപക് ഹൂഡ എന്നിവരാണ് വിഘ്നേഷിന് മുന്നിൽ വീണത്. അതും 25 പന്തിൽ 53 റൺസുമായി മികച്ച ഫോമിൽ നിൽക്കുമ്പോഴാണ് ചെന്നൈ നായകനെ വിൽ ജാക്സിന്റെ കൈകളിലേക്ക് വിഘ്നേഷ് എത്തിച്ചത്. ചെന്നൈ സൂപ്പർ കിങ്സ് 7 ഓവറിൽ 1 വിക്കറ്റിന് 74 റൺസ് എന്ന ശക്തമായ നിലയിലുള്ളപ്പോഴാണ് ഇമ്പാക്ട് സബായി വിഘ്നേഷ് ആദ്യ ഓവർ എറിയാനെത്തുന്നത്. ഇന്നിംഗ്സിലെ 8ാം ഓവറിൽ 5 റൺസ് മാത്രം വിട്ടുകൊടുത്ത ഋതുരാജ് ഗൈക്വാദിനെ വീഴ്ത്തി മുംബൈക്ക് ബ്രേക്ക് ത്രൂ നൽകുകയും ചെയ്തു. തന്റെ 2ാം ഓവറിൽ സ്പിന്നർമാരെ അതിർത്തി കടത്തുന്ന ശിവം ദൂബെയാണ് വിഘ്നേഷ് വീഴ്ത്തിയത്. 10ാം ഓവറിലെ 4ാമത്തെ ബോളിൽ തിലക് വർമ്മയുടെ കൈകളിലാണ് ദൂബെയുടെ ഇന്നിംഗ്സ് അവസാനിക്കുന്നത്. ഈ ഓവറിൽ വഴങ്ങിയത് വെറും 4 റൺസ് മാത്രമാണ്. 12 ഓവർ എറിയാനെത്തിയ വിഘ്നേഷ് 4ാം പന്തിൽ ദീപക് ഹൂഡയെയും വീഴ്ത്തി. ഈ ഓവറിൽ വഴങ്ങിയത് 8 റൺസാണ്. 3 ഓവർ കഴിഞ്ഞപ്പോൾ 17 റൺസിന് 3 വിക്കറ്റുകളാണ് താരത്തിന്റെ പേരിലുണ്ടായിരുന്നത്. തുടർച്ചയായി 4ാം ഓവർ വിഘ്നേഷിന് ലഭിക്കുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല. 18ാം ഓവറിലാണ് വിഘ്നേഷ് അവസാന സ്പെൽ എറിയാൻ എത്തുന്നത്. എന്നാൽ ഫോമിലായിരുന്ന രജിൻ രവീന്ദ്ര ഈ ഓവറിലെ 3ാമത്തെയും അവസാനത്തെയും പന്തുകൾ സിക്സർ അടിച്ചപ്പോൾ CSK 15 റൺസ് വാരിക്കൂട്ടി. വിഘ്നേഷിന്റെ കിടിലൻ പ്രകടനത്തെക്കുറിച്ചും ആദ്യ 3 ഓവറിലും വിക്കറ്റ് വീഴ്ത്തിയിട്ടും 4ാം ഓവർ നൽകാൻ വൈകിയതിനെക്കുറിച്ചും മത്സരശേഷം സൂര്യകുമാർ യാദവ് സംസാരിച്ചിരുന്നു. മത്സരം അവസാന ഓവറുകളിലേക്ക് പോവുകയാണെങ്കിൽ ഉപയോഗിക്കുന്നതിനാണ് വിഘ്നേഷിന്റെ 1 ഓവർ മാറ്റിവെച്ചതെന്നും 18ാം ഓവർ നൽകിയത് ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയായിരുന്നു എന്നുമാണ് സൂര്യകുമാർ യാദവ് വിശദീകരിച്ചത്. എന്തായാലും അരങ്ങേറ്റത്തിൽ വിഘ്നേഷ് കയറി കൊളുത്തി കഴിഞ്ഞു. വരും മത്സരങ്ങളിലും ഈ സ്ഥിരത നിലനിർത്തുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്.